എല്ലാവർക്കും വെൽക്കം വെൽക്കം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ പോലും അത് പറയേണ്ട ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എന്താ പറയുക ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോഴും നമ്മളെക്കുറിച്ചാണല്ലോ ഇവരുടെ ചർച്ച എന്ന് ആലോചിക്കുമ്പോൾ മാത്രം ഒരു സന്തോഷം. മനസ്സിലായ? ചെറിയൊരു സന്തോഷം. അപരാധം എന്ന് കേട്ടെന്നാ ഇതിപ്പോ ഒരു അപരാധം എന്ന് വിളിച്ചു പറയണത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇല്ല, എങ്ങാണ് എൻ്റെ വായിന്ന് അപരാധം വീണ അത് അപരാധമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ, മനസ്സിലായ, പറഞ്ഞത്. പിടിയാന്നാ? ഞാൻ പിടിയുന്നില്ല, തരിപ്പൻ. ഹയം തരിപ്പൻ ബ്രോ. എല്ലാവർക്കും വെൽക്കം ടു ശ്രീ ഗേസ്, വെൽക്കം ടു ശ്രീ. സംഭവം ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ മറ്റേ RC7 കയറാൻ, അതായത് പൈസയും പറയുമൊക്കെ കൊടുക്കുന്നുണ്ട്. അറിയാലോ നിങ്ങൾക്ക്, പർച്ചേസിങ് ആണ് അവരുടെ മെയിൻ ഇത്. അപ്പോൾ ശരി, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഈ പർച്ചേസിങ്ങിൻ്റെ ഗ്യാപ്പിൽ നമ്മളിതിലേക്ക് ഡ്രാഗ് ചെയ്യാണ്ടിരിക്കുക, ഇത്രേ എനിക്ക് പറയുള്ളൂ. പിന്നെ എനിക്ക് അറിയാവുന്ന ഒരുത്തനാണ് ഇത് പറഞ്ഞത്, മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി മറ്റേ കൺവിൻസിങ് ഇല്ലേ, നമുക്ക് ഇപ്പോൾ ഒരാളെ ഒരു ഗ്യാങ്ങിലേക്ക് കയറ്റാൻ എന്തൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെയൊക്കെ അതിലേക്ക് അങ്ങനത്തെ രീതിയിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യണ ഒരു സംഭവമാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, അത് ഓക്സി ഇപ്പോൾ ഗ്യാങ്ങിൽ കയറിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇതിന് മുന്നേ ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഓക്സി ആയിട്ട് അങ്ങനെ അധികം മെസ്സേജ് ഒന്നും അയക്കില്ല. വല്ലപ്പോഴും എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ അയച്ച്, മനസ്സിലായോ? അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമാണോ എന്ന് അല്ല, ദൈവത്തിനെ കുറിച്ച് സ്നൈപ്പ് ലൈവ് ഇടുമ്പോൾ ലൈവ് പറയുന്നുണ്ട്. അപ്പം ഞാനും കൂടെ ഇരിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇത് ദൈവമല്ല, ഇതിന് അതിനായിട്ടും വലിയൊരു ദൈവമാണത്. ഇത് പറയാണ്ടിരിക്കാൻ വയ്യടേ. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഓപ്പണായിട്ട് ഞാൻ പറയണേ. ഇങ്ങനത്തെ എന്താ പറയുക, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എന്താ ചെയ്യണത് എല്ലാം ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് മറ്റെന്താ പറയുക വേറൊരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അവനെ, അതായത് ആ ഗ്യാങ്ങിലേക്ക് വിളിച്ചു വരുത്തുന്നതിൽ എനിക്ക് യോജിപ്പില്ല, ആർക്കും യോജിപ്പ് ഉണ്ടാവില്ല. അങ്ങനെയല്ല ഒരാളെ ഗ്യാങ്ങിലേക്ക് വിളിക്കേണ്ടത്. ചിലപ്പോൾ അവൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായ? ഞാൻ വെയിറ്റ്, ഞാൻ ഓക്സിനെ ഡ്രാഗ് ചെയ്യട്ടെ. ഓക്സിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ അറിഞ്ഞത്, മനസ്സിലായ? ഹലോ. ഏയ് ആ ചേച്ചി. ആ എടാ, ഒന്നുമില്ല, ഇന്നലെ രാത്രി സംഭവിച്ച കാര്യമാണ്. മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്സി, ഓ സാവേജ്, ഇതേച്ചി പടം വരയ്ക്കാം. പടമല്ലടാ, ഞാനിവിടെ വലിയൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ രാത്രി ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു. സംഭവം ഒന്നുമില്ല, അതായത് എന്താ പറയാ, നമ്മളൊക്കെ ഞാൻ TV-യിൽ തിരിച്ചു കയറിയല്ലോ. ഹലോ. ഞാൻ TV-യിൽ തിരിച്ചു കയറിയപ്പോ നിനക്കറിയാലോ, ഓക്സിനൊക്കെ അങ്ങോട്ട് വിളിച്ച കേസൊക്കെ അറിയാലോ. എങ്ങോട്ട് MRC അല്ലടാ, മറ്റേ ഗ്യാങ്. നമ്മള് ലൈവ് ഈസിയിലിരിക്കണം, ഞാൻ ലൈവാണ്. ഇപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എടാ ഇവന്മാര് മറ്റേ ഓക്സിനെ കൺവിൻസ് ചെയ്ത് എടുക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, എടാ ഇവിടെ ഉള്ളവർക്കൊന്നും വ്യൂസ് ഇല്ല, ആകെ വ്യൂസ് ഉള്ളത് കുറച്ച് പേർക്കേ ഉള്ളൂ. ഇറ്റാജിക്കൊന്നും വ്യൂസ് ഇല്ല, രാഡനൊന്നും വ്യൂസ് ഇല്ല. നീയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നിനക്കൊരു 1000 വാച്ചിങ് കിട്ടും, പൈസ ഉണ്ടാക്കാം. ഇല്ല, വെയിറ്റ് പറഞ്ഞു തീർക്കട്ടെ വെയിറ്റ്. നീ അപ്പൊ ഇവിടെ വന്നാ മാത്രം മതി, വേരിഫിക്കേഷൻ അടക്കം നമുക്ക് വേരിഫിക്കേഷനുള്ള പൈസ അടക്കം തരാം. PC വേണോ? PC ഞാൻ തരാന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പറയണത്, മനസ്സിലായാ? അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന്, അതായത് ആൾക്കാരെ അങ്ങോട്ട്, എടാ വെയിറ്റ്, ഇവിടെ ആരും വരയ്ക്കാനല്ല ഇരിക്കണം. ഹലോ, എടാ ഇത് അവരാധൻ ലൈവാണ് കാക്കാശി. അപ്പൊ അങ്ങനെ, അതായത് പറഞ്ഞിട്ടേ ഇവനെ എങ്ങനെയാണ് അവനെ അവിടേക്ക് വിളിക്കണത് തന്നെ, മനസ്സിലായ? സംഭവം ആരാന്ന് ഞാൻ പറയുന്നില്ല, പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല.
നമുക്ക് അറിയാവുന്ന ആള് തന്നെയാണ് സാവേജ്. ആ മനസ്സിലായി. ഭയങ്കര കൺവിൻസിങ് ആണ്. അതായത് Okay. വേറെ ഒരു കേസും കൂടെ ഉണ്ട് കേസ്. ഞാൻ അതായത് പറയണമെന്ന് വിചാരിച്ചല്ല. ഞാൻ ടി വി കയറുന്നതിന്റെ കുറച്ചാൾ മുന്നേ വരെ ഞാൻ രായണ്ണനൊക്കെ ഒരുമിച്ച് നിന്നിട്ടുള്ളത്. മനസ്സിലായി? ഞാൻ രായണ്ണൻ എന്ത് വന്നാലും ഒരുമിച്ച് നിന്നുള്ള ആ സമയത്തടക്കം ഇവൻ രായണ്ണനെ അതായത് ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്ത് MRC കയറാൻ വേണ്ടിയിട്ട്. രായണ്ണന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അതായത് നിന്നൊരു സ്ഥലമാണ് രായണ്ണൻ. അതായത് രായണ്ണന്റെ ഡിസിഷനെ അതായിരുന്നു, താല്പര്യമില്ല ഈ അങ്ങനത്തെ അതായത് വേറൊരു ഗ്യാങ്ങിൽ ഒന്നെങ്കിൽ ഡയോസ് അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ നിർത്താന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ എന്താ ഇങ്ങനെ ഇവൻ വന്ന് കൺവിൻസ് ചെയ്യണം. അന്ന് ഇവന്റെ കൺവിൻസിങ് രായണ്ണൻ എന്നെ കേൾപ്പിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കൺവിൻസിങ്ങിന്റെ സ്റ്റൈലേ ഭയങ്കര ഊമ്പിത്തരമാണ് ഇവൻ പറയണത്. ഇവൻ പറഞ്ഞിങ്ങനെയാണ്, രായണ്ണ ഡയോസിൽ ഒരുത്തൻ രായണ്ണന് പൈസ കടം ചോദിച്ചു കഴിഞ്ഞാൽ രായണ്ണന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ രായണ്ണന് ശോകമാവൂലേ? MRC കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു പ്രശ്നവും വരില്ല, രായണ്ണന് അവരെ സഹായിക്കാനും പറ്റും, രായണ്ണനും ഹാപ്പി ആവുമെന്ന്. ഈടാ എന്ത് രണ്ടേ പറഞ്ഞത്? ഒരാൾ കടം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല, അല്ലാണ്ട് നമ്മുടെ മറ്റേ മാനം വിറ്റിട്ട് നമ്മൾ അവിടെ പോയി നിൽക്കുന്ന ഗതികേട് രായണ്ണനും ഇല്ല, ആർക്കും ഇല്ല. മനസ്സിലായോ? അതൊന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഏത് നിന്റെ കൺവിൻസിങ് നല്ല ഊമ്പേ കൺവിൻസിങ് ആയിരുന്നു പറഞ്ഞപ്പോൾ അവനൊന്നും പറയാനില്ല. അത് കഴിഞ്ഞ് പിന്നെ അവൻ നൈസായിട്ട് അവൻ അതായത് ആ ടൈമിൽ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മറ്റേ ഇവിടെ ഒന്നും കയറാനും പ്ലാൻ ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ് നിന്നത്. പക്ഷെ ലാസ്റ്റ് ഇവന്മാർ കയറി. ഇവന്മാർ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്, കയറണോ കയറണ്ടയോ എന്നുള്ളത്. അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. പക്ഷെ അതായത് രായണ്ണനെ പിടിച്ച് കൺവിൻസ് ചെയ്ത് കയറ്റിക്കാൻ നോക്കി. അതേപോലത്തെ ഒരു കൺവിൻസിങ് ആണ് ഓക്സിക്കും കിട്ടിയത്. എനിക്ക് കറക്റ്റ് ഇന്നലെ രാത്രി അതായത് ഓക്സി പറഞ്ഞപ്പോഴാണ് ഞാൻ അതായത് അറിഞ്ഞത്. അതായത് നമുക്കൊക്കെ വാച്ചിങ് കുറവ്, അവർക്ക് വാച്ചിങ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പൈസ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യാൻ അത്രയ്ക്കും ഗതികേട് ഓക്സിക്കും ഇല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ വേറൊരു കേസ് പറഞ്ഞു സാവേജ്. അതായത് ഓക്സി ഇവിടെ ടി വിയിൽ ഉണ്ടായിരുന്നപ്പോ ഓക്സിക്ക് ഒരു പീസ് സ്പോൺസർ ചെയ്തില്ലായിരുന്ന അടിച്ചു പോയപ്പോ. അപ്പോ അതിന്റെ കണക്ക് പറഞ്ഞ് അതിന്റെ കണക്ക് പറഞ്ഞിട്ട് അവൻ പറയാണ്, അതിന്റെ കണക്ക് പറഞ്ഞിട്ട് അവൻ പറയല്ലേ ഇതിന്റെ കൂറെങ്കിലും കാണിക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചോദിക്കാൻ അവൻ എന്ത് യോഗ്യത? അതാണ് എനിക്കിപ്പ അറിയേണ്ടത്. ശരി, നീ ഒരു കൂടിപ്പോയ ഒരു 1000-2000 രൂപ ഇട്ടിട്ടുണ്ടാവും, അത് ഞാൻ ഇപ്പൊ അങ്ങോട്ട് അയച്ചു തരാം, പിന്നെ നീ വായ തുറക്കല്ലേ. അല്ലെങ്കിൽ പോട്ടെ, ഇത് മേടിച്ചു തന്ന ആരാണോ മേടിച്ചു തന്ന ആൾക്ക് മൊത്ത പൈസയും കൊടുക്കാൻ റെഡിയാണ്, ഓക്കെ ആണോ? പിന്നെ ഈ കൂറും പൂറും പറഞ്ഞുകൊണ്ട് വരല്ലേ. കണക്ക് പറയണത് ശോകമാണ്, മനസ്സിലായ? കണക്ക് പറയാൻ മാത്രം, അങ്ങനെ കണക്ക് പറഞ്ഞിട്ട് ഇതാക്കാൻ മാത്രം ഓക്സി ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന്. പിന്നെ അതിൽ ടി വിയിൽ അന്നുള്ള മെമ്പേഴ്സിൽ കുറേ പേര് ഒരുമിച്ചൊക്കെ പൈസ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പൈസ ഒന്നും ഇട്ടിട്ടില്ല, അവർക്ക് അന്ന് ഇടാൻ പറ്റണ അത്രയോളം പൈസ അവർ ഇട്ടിട്ടുണ്ട് ആ പീസിക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്, അല്ലാണ്ട് ഒരാള് മാത്രം ഇട്ട പൈസ അല്ല. അതില് പലവരും പൈസ അതിൽ ഇട്ടിട്ടുണ്ട്, മനസ്സിലായ? അപ്പോ നിനക്കത് പറയാനുള്ള യോഗ്യത ഇല്ല. നിന്റെ ഈ ചെറിയ വായിന്ന് ഇനിയും വലിയ വർത്താനം വന്നു കഴിഞ്ഞാല് എല്ലാം ഞാൻ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും അവരതായിരിക്കും, നിനക്കും അവരാധിക്കും, നിന്റെ കൂടെ കയറിയുള്ള എല്ലാ എണ്ണത്തിനും അവരാധിക്കും. ചെറിയ ചെക്കനായതുകൊണ്ട് വെറുതെ വിടുന്നു. ഇത് ആലോചിച്ചും കണ്ട് സംസാരിക്കും. ഒരാളെ ഗ്യാങ്ങിൽ കയറ്റുമ്പോൾ കൺവിൻസ് ചെയ്യണ രീതി ഇങ്ങനെയല്ല, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഇവര് തമ്മിൽ നല്ല കമ്പനിയാണ്. ഓക്സി ഫ്ലഫിയും പറിച്ച് ഊമ്പി. അയ്യോ എന്തേലും ആവട്ടെ, ഊമ്പാട്ടെ. ഇപ്പൊ ഇവന്മാര് തമ്മിൽ നല്ല കമ്പനിയാണ്. എടാ അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ല, അമ്മ സത്യമാണേ പറയണമെന്ന് വിചാരിച്ചല്ല, അത് മനസ്സിൽ നിന്ന് വന്നു പോയതാണ്, മനസ്സിലായ? ഇപ്പൊ ഇവന്മാര് അതായത് എന്താ പറയാ, നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഇവൻ പെട്ടെന്ന് ടി വി കയറുന്നതുകൊണ്ട് അവൻ അങ്ങോട്ട് ദേഷ്യം വന്നു. എന്തിന് പറയും? അവൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? അവൻ എന്ത് തെറ്റ് ചെയ്തു? എടാ അവൻ ഇവിടെ ടി വി കളിച്ചോണ്ടിരുന്നതല്ലേ, അവൻ എന്താ പ്രശ്നം തിരിച്ചു കയറുന്നതില്? ഈ പറഞ്ഞ PC വാങ്ങിച്ചതിന്റെ കൂറുണ്ടായിരുന്നതുകൊണ്ടാണ് അന്ന് അവൻ അറിയാണ്ട് ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത് തന്നെ. അത് നീ ആലോചിക്കണം ഫ്ലഫി, മനസ്സിലായ? അന്ന് ഇവൻ ഈ കൂറുള്ളത് പറഞ്ഞാൽ അവൻ അന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ അവന് മനസ്സിലായി അത് തെറ്റാന്ന് മനസ്സിലായി. എനിക്കും മനസ്സിലായ ഒരേ കാര്യം തന്നെയാണ് അവനും മനസ്സിലായിട്ടുള്ളൂ. അന്ന് ഇറങ്ങാൻ പാടില്ലായിരുന്നു, മനസ്സിലായ? അന്ന് ഇറങ്ങിപ്പോയി. അതിന്റെ പേരിൽ കുറേ പേര് അതായത് ഇപ്പോഴും ഇല്ലാത്തവരുടെ അവരും പറയുന്നുണ്ട് ഇറങ്ങിയത് തെറ്റാണ്. എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇറങ്ങണതിന്? ആരേലും എന്തേലും ചെയ്താ? നമ്മൾ ആരേലും ഉപദ്രവിക്കാൻ നിന്നാ? അതിന്റെ പേരിൽ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന് കുറെ സംസാരമായി.
അതെല്ലാം സോൾവ് ആയി നമ്മൾ നമ്മുടെ കാര്യം നോക്കി സമാധാനമായി പോവാണ്. അതിൻ്റെ ഇടയിൽ നീ മറ്റേ ഓക്സിഡ് എടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് മറ്റേ എന്താ പറയുക കൂറ് മറ്റേ പി സിയുടെ കണക്ക്, അതേപോലെ മറ്റേ എന്താ പറയുക നമുക്കൊന്നും മാച്ചിങ് ഇല്ല, നിങ്ങൾക്കാണ് മാച്ചിങ് ഉള്ളത്, ഇവന്മാർക്ക് ഇവിടെ കുറച്ച് ടി വിയിൽ കുറച്ച് പേർക്കേ വാച്ചിങ് ഉള്ളൂ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, വാച്ചിങ്ങിന് വേണ്ടിയിട്ടല്ലടാ ഇവിടെ ടി വിയിൽ നിൽക്കണം. നിങ്ങളെപ്പോലെ അതായത് മറ്റേ എന്താ പറയുക മറ്റേ സ്കാനർ ഒട്ടിച്ച് നിൽക്കേണ്ട ഗതികേടൊന്നും നമുക്കില്ല എന്തായാലും, മനസ്സിലായ? ഇതിന് മുന്നേ നിങ്ങൾ എങ്ങനെയാണ് സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതായത് ഒരു പ്രാവശ്യം നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണിത്. അത് നിങ്ങൾ ആലോചിക്കണം. പിന്നെ നീയൊക്കെ ഇന്നല്ലേ സ്ട്രീം ചെയ്യാൻ തുടങ്ങിയത്. നീ ഇത്ര നാൾ ടി വിയിൽ ഉണ്ടായിരുന്നിട്ട് എത്ര പ്രാവശ്യം സ്ട്രീം ചെയ്തു? ഇപ്പൊ നിനക്ക് സ്ട്രീമറായ നീ പെട്ടെന്ന്? എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുകയാണ്. നീ വൺസ് ഒരു റവന്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്കും തോന്നും സ്ട്രീം ഇടാൻ. അത് ഉറപ്പാണ്. അത് ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിനൊന്നും ഞാൻ കുറ്റം പറയില്ല. നീ സ്ട്രീമാ, നീ എന്ത് തൊലിയാന്ന് വെച്ചാൽ കിട്ടോ, അതൊന്നും ആരും ഇവിടെ മൈൻഡ് ആക്കുന്നില്ല. നിന്റെ സ്ട്രീം ആരും ഇവിടെ നിന്ന് കാണാറുമില്ല. എടാ ഒന്നാമത്തെ കാര്യം, നിന്നെ കുറിച്ചൊന്നും ഇവിടെ ആർക്കും സംസാരിക്കാൻ ഒരു സമയമില്ല. ഇവിടെ അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫും ഗ്യാങ്ങിലത്തെ കാര്യം സംസാരിക്കാൻ മാത്രമേ സമയമുള്ളൂ. പക്ഷെ നിനക്ക് നേരെ തിരിച്ചാണ്. നീ അവിടെ നോക്കുന്നത് നമ്മുടെ വ്യൂവേഴ്സിന്റെ കൗണ്ടാണ്. അതായത് ഇറ്റാച്ചിക്ക് ഇന്ന് എത്ര വ്യൂവേഴ്സ് ഉണ്ട്, ഓ ഇന്ന് ഇറ്റാച്ചിക്ക് 150 വ്യൂവേഴ്സ് 200 വ്യൂവേഴ്സേ ഉള്ളൂ, ഓ അയ്യോ എന്ന് ഓക്സിയുടെ അടുത്ത് പറയട്ടെ, എടാ ഓക്സി ഇത്ര വ്യൂസേ ഉള്ളൂടാ, നിനക്കൊന്നും വലിയ റവന്യൂ ഒന്നും കിട്ടത്തില്ല. എടാ അങ്ങനെ നിൽക്കാനായിരുന്നെങ്കിൽ എടാ നമുക്ക് അങ്ങനെ നിൽക്കായിരുന്നു. പക്ഷെ സംഭവം എന്താ പറയുക, ഇത് ഇവിടെ ടി വിയാണ്, മനസ്സിലായോ? ഇവിടെ എല്ലാവർക്കും ഒരു ഒത്തൊരുമയുണ്ട്. ഇപ്പോൾ പണ്ട് അതില്ലായിരുന്നു. പണ്ട് നിന്നെ പോലെയുള്ള കുറെ എണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒത്തൊരുമ ഉണ്ടായിരുന്നില്ല, മനസ്സിലായ? പറയാൻ കുറേ ഉണ്ട്, എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ. ഇപ്പൊ ഇവിടെ നല്ല രീതിയിലാണ് പോണത്. സത്യം പറയാലോ, ഞാൻ പണ്ടുണ്ടായിരുന്നപ്പോൾ എനിക്ക് അതായത് എന്താ പറയാ ഭയങ്കരമായിട്ട് വിഷമമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 സൈഡായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാം ഒന്നാണ് ഇവിടെ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. ഇവിടെ എല്ലാം ഒറ്റ മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ റൺ ചെയ്യണത്. ഈ പറഞ്ഞ് MRC ആ മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം 2 ഗ്യാങ്ങായി സ്പ്ലിറ്റ് ആയത്. ഏത് വാലഹല്ലയും മറ്റേ ഇത് മനസ്സിലായല്ലോ. അത് 2 മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് സ്പ്ലിറ്റ് ആയതാണ്. അങ്ങനെ കരുതിയാൽ മതി. പക്ഷെ നിങ്ങൾ കംബാക്ക് അടിക്കുമ്പോൾ നല്ലൊരു ഗ്യാങ്ങായിട്ട് വരട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ എന്തായാലും അടി കിട്ടും. ഇപ്പോഴേ ഞാൻ പറയാം, നമ്മളെല്ലാവരും നോട്ടിട്ട് വെച്ചിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. അടി എന്തായാലും കിട്ടും. ഈ കാര്യത്തിൽ വാൽഹല്ല ഇച്ചിരി പാവമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അത് ഉള്ളതാണ്. ഇവന്മാരെല്ലാം കൂടെ സൈഡിലേക്ക് തട്ടിയിട്ട് അത്ര തന്നെ തട്ടിയിട്ടു. എടാ അത് അവരുടെ ലൈവ് കാണുമ്പോ തന്നെ അറിയാടാ, മനസ്സിലായോ? തട്ടിയിട്ടതാന്ന്. പക്ഷെ അതിലൊന്നും നമ്മൾ അഭിപ്രായം ഒന്നും പറയാൻ നിൽക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പറയേണ്ട ആവശ്യവുമില്ല. പക്ഷെ നമ്മുടെ കാര്യത്തിൽ തലയിടാൻ വരല്ലേ. ഇത് ആരോടെ പറയണേന്ന് നല്ലപോലെ ബോധമുണ്ട് എല്ലാവർക്കും. അവിടുത്തെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലഫി നിനക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും വരില്ല. ഞാൻ അതായത് ടി വിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ പറയും. എനിക്കൊന്നും പോകാനും ഇല്ല ഇതിൽ, മനസ്സിലായ? കാരണം ഞാൻ ഡയോസ് തുടങ്ങി 1 മാസത്തിൽ ഞാൻ ഇറങ്ങിപ്പോയി. അതിൻ്റെ കാരണവും എല്ലാം വെച്ചിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എനിക്ക് ഇതിലൊന്നും പോകാനും ഇല്ല. അതേപോലെ തന്നെ ഞാൻ അത്രയും വെറുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്, മനസ്സിലായോ? അതുകൊണ്ട് ആ ഒരു സൈഡിൽ നിന്നുള്ള കമ്മിറ്റ്മെന്റ് പ്രതീക്ഷിക്കുകയേ വേണ്ട. ഞാൻ ആ കമ്മിറ്റ്മെന്റ് അന്നേ ഒഴിവാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഞാൻ എനിക്കടാ ഒന്നാമത്തെ കാര്യം നിങ്ങളൊക്കെ അറിയണം, എനിക്ക് തെറ്റെന്ന് പറഞ്ഞ് തെറ്റാന്ന് മനസ്സിലായപ്പോണ്ടല്ലോ സ്പോട്ടിൽ വാസോണിന് ഞാൻ മെസ്സേജ് ഞാൻ UK പോകാൻ നിൽക്കുക. ഞാൻ തിരിച്ച് ടിക്കറ്റ് എടുത്ത് UK പോകാൻ നിൽക്കുവാണ്. ആ എയർപോർട്ടിലായിരുന്നപ്പോൾ തന്നെ ഞാൻ വാസോണിന് മെസ്സേജ് അയച്ചു, വാസോണ്ണ സോറി, എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിയലി സോറി, ഞാൻ ഗെയിമിങ്ങേ നിർത്തുക എന്ന് പറഞ്ഞിട്ട് പോയതാണ്, മനസ്സിലായ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വിഷമമായിടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പേര് ഇറങ്ങിയെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ 14 പേര് ഇറങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ടി വിയിൽ നിന്ന്. ആ 14 പേരും എന്നും ഒരുമിച്ചുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ അങ്ങനെയല്ല, അവിടെ കളി വേറെ ആയിരുന്നു. അത്രേ എനിക്ക് പറയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇറങ്ങിയതിന് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ആകെ വീണ്ടും ഡയോസിൽ കയറിയത് ഒന്നുമില്ല, മാസിന് അടിക്കാൻ വേണ്ടി. അല്ലാണ്ട് എനിക്ക് ഇവരായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ വേറെ കുറച്ച് പിള്ളേരുണ്ട് ഗൈസ്, ഇപ്പോഴേ ഞാൻ പറയാം. ഡയോസിലെ വേറെ കുറച്ച്, അതായത് നമ്മൾ റിക്രൂട്ട്മെൻ്റ് ആയിട്ട് എടുത്ത കുറച്ച് പിള്ളേരിൽ കുറച്ച് പേര്, അതായത് എന്താ പറയുക, പാവങ്ങളുണ്ട്. അവരെനിക്ക് കാര്യമാണ്. അതല്ലാണ്ട് ബാക്കിയുള്ള ഒരാൾ എനിക്ക് കാര്യമില്ല. കുറച്ച് പേര് എനിക്ക് കാര്യമുണ്ട്. ഗുലാനാണെങ്കിലും ബുള്ളറ്റ് ആണെങ്കിലും അവരൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. അവരൊക്കെ ആയിട്ട് എനിക്ക് കാര്യം തന്നെ ഉള്ളൂ. ഇത് പറയണമെന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ സംസാരം ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പറയത്തൊന്നുമില്ല. പക്ഷേ ഇത് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എടുത്ത് എല്ലാ ദിവസവും ഇരുന്ന് ഞാൻ ഒരാഴ്ചകൊണ്ടിരിക്കും. കാരണം പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. അത്രയ്ക്കും വിഷമിച്ചിട്ട് നിന്നൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക്, മനസ്സിലായ?
ഇപ്പം എനിക്കൊരു വിഷമവും ഇല്ല. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ടി വിയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ മറ്റേ വ്യൂവേഴ്സിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അതിൻ്റെ ഒരു കൺസിഡറേഷനോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു കൺസേൺ ഇല്ല. മനസ്സിലായി? കൺസിഡറേഷൻ അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു കൺസേണേ ഇല്ല. വ്യൂസ് കുറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നവും. ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഇവിടെ നിൽക്കണത്. മനസ്സിലായോ? നാളെ ഈ 5M എന്ന് പറഞ്ഞ സംഭവം പോകും. അപ്പം ഈ പറഞ്ഞ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? എടാ എനിക്ക് 5M ഇല്ലെങ്കിലും എനിക്ക് ബാക്കി ഗെയിംസ് കളിക്കാനെങ്കിലും അറിയാം. നിനക്കൊക്കെ എന്ത് കളിക്കാൻ അറിയാം? നിനക്കൊരു കുണ്ണേ അറിഞ്ഞൂടാ. മനസ്സിലായോ? ഈ ലൈവ് ഇരുന്ന് താളം അടിക്കുക അല്ലാണ്ട് നിനക്കൊന്നും ഒരു കുണ്ണേ അറിഞ്ഞൂടാ. അതുകൊണ്ട് നോക്കിയും കണ്ട് നിന്നോളുക. ഈ ആർപ്പ് നിങ്ങൾ കളിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി സമാധാനമായി പോവുക. ഇതിന് മേലാൽ നമ്മുടെ മറ്റേ നമ്മൾക്ക് വ്യൂസ് ഉണ്ടോ ഇതുണ്ടോ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കല്ലേ. ദൈവത്തെ ഓർത്ത് നമ്മളിതിൽ ഒന്നാമത്തെ കാര്യം നമ്മളൊന്നും നിങ്ങളെ മൈൻഡ് പോലും ആക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് എത്ര കാര്യങ്ങൾ പറയായിരുന്നു. ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടോ സാവേജ്? ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് സാവേജിന്റെ അടുത്താണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ ഒന്നും സാവേജിന്റെ അടുത്തോ അല്ലെങ്കിൽ സ്നൈപ്പിന്റെ അടുത്തോ ആരുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ സാവേജിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കോള് വിളിക്കാറുള്ളതാണ്. ഞാൻ ഇത്രേ പറയത്തുള്ളൂ. അവരുടെ RC7 വരുന്നുണ്ട്, അവരെ നോട്ട് ഇട്ടിട്ടുണ്ട്, അവരടിക്കണമെന്നുള്ളത്. അടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അടിക്കണം. പിന്നെ ഇവന്മാര് നോക്കി വയ്ക്കാൻ പറ്റും. പിന്നെ ഇവന്മാരെ ആര് ഉപയോഗിക്കാൻ പറ്റൂ? ട്രൂ ഫ്രണ്ട് ആയ എന്നെ മറന്നല്ലേന്ന്. എടാ നിന്നെ ഞാൻ ഒന്നും നിന്റെ അടുത്ത് ഒന്നും പറയാറില്ല. നീ കുണ്ണേ. മനസ്സിലായോ? ആരെന്ന് പറയും അതാര. അപ്പോ ഇത്രേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടി എനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം ഓക്സി വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ അത് കേട്ട് നിൽക്കുമ്പോ എനിക്കൊരു ഇതുണ്ട്. പിന്നെ മേ ബി എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഡയോസിന്ന് ലാസ്റ്റ് ഇറങ്ങണ TV കയറുന്നതിന്റെ 2 ദിവസം മുന്നേ ഞാൻ ഫ്ലഫിക്ക് നല്ല രീതിയിൽ കൊടുത്തായിരുന്നു. ഇനി അതിൻ്റെ ആണോ ആ ദേഷ്യത്തിലാണോ ഇവൻ ഇത് പറയണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അതിൻ്റെ ദേഷ്യത്തിലാണ് നീ പറയുന്നുണ്ടെങ്കിൽ അതവിടെ വെച്ച് ടാലി ആയിട്ടുണ്ട്. ഇനി നീ പറയാണ്ടിരിക്കുക. മനസ്സിലായോ? ഇത് സ്വന്തം കാര്യം നോക്കി പോവുക. അത് ആദ്യമേ ചെയ്യുക. ബാക്കിയുള്ളവരുടെ അടുത്ത്, അതായത് നീ അവിടെ എന്ത് പറഞ്ഞാലും അത് നമ്മൾ അറിയും. അത് നീ മനസ്സിൽ വെച്ചോളുക. അത് നീ ആരോട് പറഞ്ഞാലും അത് നമ്മൾ അറിയും. എല്ലാം അറിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയണത്. അതെ അതെ, ഭയങ്കര പ്ലാനിങ് ആണ് ഇവിടെ. എന്തൊരു കൺവിൻസിങ് ഗ്യാങ് ഒക്കെ സെറ്റ് ആക്കാനുള്ള ഭയങ്കര വലിയ പ്ലാനിങ് ആണ്. നിങ്ങൾ ഗ്യാങ് സെറ്റ് ആക്കിയാലോ ഇല്ലേലോ നമുക്ക് പോവാനൊന്നും ഇല്ല. മനസ്സിലായോ? നിങ്ങൾ ഗ്യാങ് നന്നാക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പൊക്കോ. നിങ്ങളുടെ ഓഡിയൻസിന് നല്ലത്, നിങ്ങൾക്കും നല്ലത്. വെറുതെ എന്തിനാ നമ്മൾ തിന്നുണ്ടോ, നമ്മൾ അതായത് ഇതാക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളെ നോക്കി നിൽക്കേണ്ട ആവശ്യം എന്താ? നമ്മളെ നോക്കിയിട്ടാണോ ഗ്യാങ് ബിൽഡ് ചെയ്യണത്? പോയി വല്ല പണി നോക്കടാ. ദേഷ്യമുണ്ട്, അതുകൊണ്ടാ പറയണത്. ഇങ്ങനെ നമ്മുടെ കാര്യം നോക്കിയിരിക്കുന്നതുകൊണ്ട്, വേറൊന്നുമല്ല. വലിയ താളം വിടല്ലേ. ഇനി ബാക്കി വേറൊരു കേസും കൂടി ഉണ്ട്. അത് സ്നൈപ്പ് വന്നിട്ട് പറഞ്ഞോളും. എനിക്ക് വയ്യ. എന്താ ഞാൻ വന്നിരുന്ന് പറഞ്ഞാലിയാ. അത് സ്നൈപ്പ് വന്ന് പയ്യെ പറഞ്ഞോളൂ. ആ ടൈമിൽ ഞാനും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് ഞാൻ സ്നൈപ്പിനോട് പറഞ്ഞതാണ്. അത് ഞാൻ അന്ന് പറയാം, അവന്റെ ലൈവിൽ പറയാം. ഇത് ഞാൻ നിങ്ങളുടെ ഒരു സംഭവം പറയാം. മാസിൽ നിന്ന് ഇറങ്ങിയിട്ട് മാസമായിരിക്കും നമ്മളിത് ദേഷ്യം വരാനും TV-യിലുള്ളവർക്ക് ദേഷ്യം വരാനും ഒരു വലിയ റീസൺ ഉണ്ട്. അത് ഏതായാലും ഞങ്ങള് പറയാം. കുറെ കാര്യങ്ങളുണ്ട് ഗൈസ്, കുറെ കാര്യങ്ങളുണ്ട്. ഒന്നും പറയാത്ത എന്താ അറിയടാ. എന്തിനാണ് ഇത് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? പക്ഷെ ഇവന്മാര് വീണ്ടും നമ്മളെ ഞാനൊരു കാര്യം പറയട്ടെ സ്നൈപ്പേ, നീയൊക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് ഉമ്മാര്. മനസ്സിലായ? നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നോക്കിയിരിക്കണത്. ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ. ഈ ഒരു സ്ഥലത്ത് ഒരാള് കയറണം, സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവര് കയറിക്കോട്ടെ. ഇപ്പൊ ഇന്ന ഒരാള് ലൈവ് വന്ന് താളം വിടുക, എന്നെ എല്ലാ ഗ്യാങ്ങിന്നും വിളിച്ചിട്ടുണ്ട്. അതേമാതിരി ചോദിച്ചിട്ടുണ്ട്, ഇഷ്ടംമാതിരി ചോദിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്നല്ല, എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം. ലാസ്റ്റ് കേറാൻ പറ്റാത്തോണ്ട് ഒരുത്തന് ഊമ്പിച്ചിട്ടൊക്കെ കേറുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അയ്യോ, എന്തൊക്കെ കാണണമെന്നറിയോ? പാവ അസജിക്ക് നല്ലൊരു ഫ്യൂച്ചർ ആൻഡ് വ്യൂവർഷിപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അല്ലല്ല, അത് അവൻ കളഞ്ഞൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അസൻഷിയുടെ കേസൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അസൻഷിയുടെ കേസേ അല്ല. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, കേസേ അല്ല ഇത്. മനസ്സിലായ? കൊറേ പേര് ഇപ്പോഴും ചിന്ത, അതായത് സംഭവം ഇത്രേ ഉള്ളൂ. ഒന്നും വിശ്വസിക്കില്ല. എടാ ഓക്സിക്ക് അതായത് പൈസ കൊടുത്ത് കേറ്റാൻ നോക്കിയതാണ് ഓക്സിനെ. മനസ്സിലായോ? അതിൽ ഓക്സി വേണ്ടെന്ന് തന്നെ പറഞ്ഞു. കസിൻസ് പോയിട്ട് ലൈവ് വരാം. അത്രേ ഉള്ളൂ. ആ ഓക്സി അതായത് ഈ പറഞ്ഞ പോലെ
ഓക്സിക്ക് അതായത് പൈസ കൊടുത്ത് കയറ്റാൻ നോക്കി. ഓക്സി അതായത് അതിൽ വീണില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായ? പൈസ മാത്രമല്ല പലതും കൊടുക്കാൻ നോക്കി, അത് നടന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ, ഒന്നാമത്തെ കാര്യം ഓക്സി അതായത് ഞാൻ ഈ ടി വി കയറിയ ടൈം തൊട്ട് ഓക്സിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഓക്സിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ. മനസ്സിലായോ? വാസുണ്ണനായിട്ട് എപ്പോഴേലും ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു, എടാ നീ വാസുണ്ണൻ്റെ അടുത്ത് സംസാരിച്ചോ, നീ നോക്ക്, ഞാനായിട്ട് സംസാരിക്കണം എങ്ങനെയാണ്, എനിക്കത് പറയാൻ പറ്റില്ല. കാരണം അത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിരുന്നു. പിന്നെ വാസുണ്ണൻ്റെ ബർത്ത്ഡേക്ക് ഇവൻ നേരിട്ട് പോയി സംസാരിച്ച് അതൊക്കെ സോൾവ് ആയി. അപ്പം പിന്നെ അവന് അതായത് ഇനി ഒരു പ്രശ്നവും ഇല്ല. മനസ്സിലായോ? അങ്ങനെയാണ്. അതിന് ശേഷമാണ് ഈ ടി വിയെ കയറുന്ന കേസൊക്കെ ഉണ്ടാവണത് തന്നെ. അതൊക്കെ അതായത് ഇതിന് മുന്നേ പ്രീ പ്ലാനോ അങ്ങനെയൊന്നുമല്ല. അവനവൻ്റെ തെറ്റുകൾ മനസ്സിലായി, അവൻ അതുകൊണ്ട് തിരിച്ച് കയറി. അത് അവൻ്റെ കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഫ്ലഫി വന്നിട്ട് ഓക്സിയുടെ അടുത്ത് വന്നിട്ട് പറയാണ് ഇതൊക്കെ എന്താ പറയുക, മറ്റേ ഷോഗോ ഇപ്പോൾ എന്നുള്ള ഷോഗോ എന്നല്ല, ഇങ്ങനെ ഓക്സിയുടെ അടുത്ത് വന്നിട്ട് പറയാണ് ഇങ്ങനെ ഒന്നും ചെയ്യണ്ടായിരുന്നു, PC ഒക്കെ വാങ്ങിച്ചു തന്ന ആളുടെ കൂറ് എന്തൊക്കെയോ പറയണളിയാ. എന്തിനു ഇതിനൊക്കെ പറയണത്? പറയണ കേട്ടോ തോന്നുന്നു ഫ്ലഫിയാണ് PC വാങ്ങിച്ചു കൊടുത്തതെന്ന്. PC വാങ്ങിച്ചു കൊടുത്ത ആൾക്ക് പ്രശ്നമില്ലെങ്കിൽ എന്താണ് ഇത്രയും സീന്? അതുകൊണ്ടാണ് പറഞ്ഞത്. എടാ, ഞാൻ എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്സി അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഇതിൻ്റെ പൈസ അല്ലെങ്കിൽ ഞാൻ ഈ PC ഫ്ലഫിയുടെ വായിലേക്ക് ഇട്ട് കൊടുക്കും. മനസ്സിലായേ? അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ കണക്ക് പറഞ്ഞതിന് എന്തായാലും കണക്ക് പറഞ്ഞത് കേട്ട് വെക്കാനാണെങ്കിൽ ഇവിടെ ടി വിയിലെ മെമ്പേഴ്സിന് പറ്റൂല. ഓക്കെ സാവേജ്? സൂപ്പർ കോടം അല്ലേ? എന്ത് കണക്ക് പറഞ്ഞ് നമ്മളെന്താ നോക്കി വെക്കണ? വേണ്ടോ, കൊടുക്കാം നമുക്ക്. ശരി, അപ്പൊ സാവേജ് ഒരു 50,000. പിന്നെ എന്ത്? ഒരു മിനിറ്റ് മരത്തിൽ ഒരു സെക്കൻഡ് വലിക്കട്ടെ. വലിച്ചിപ്പോൾ 50,000 എടുത്ത് ഞാൻ അവന്റെ ബോത്തറിയിട്ട് ഞാനൊരു 2,000. അത് മറിക്കണ്ടല്ലോ, അത് മറിക്കണ്ടല്ലോ ചേച്ചി. അല്ലടാ, അത് പെട്രോൾ അടിക്കാനൊന്നും പൈസ ഇല്ലെന്നേ. അതിന് കൊടുക്കാൻ GPay നമ്പർ ഇടുന്ന. എടാ, നിങ്ങൾ ആരും തരേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നിങ്ങൾ ആരും അതായത് തരേണ്ട ആവശ്യമേ ഇല്ല. ഇതൊക്കെ നമ്മൾ തന്നെ കൊടുക്കും. മനസ്സിലായോ? ഇതിനൊന്നും അതായത് വെച്ച് ചന്തിയിൽ ഒരു QR ഒട്ടിച്ചിരിക്കും ഇവിടെ. ചന്തിയിൽ ഒരു QR. നീലേ മന്ദാരം 100 ഇട്ടെന്ന്. പറയടാ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് അവൻ നാളെ തരിച്ചിട്ട് ലൈവ് ഇടും. തരിച്ചിട്ട് ലൈവ് ഇട്ടതിന് മുമ്പാൻ പോണത് ഇവിടം വെച്ചൊന്നല്ല, മൊത്തത്തില് മുമ്പ്. അല്ല, അവൻ തരിച്ചിട്ട് ലൈവ് ഇടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ലൈവിൽ പറഞ്ഞത്. എടാ, ഇന്നലെ രാത്രി ഞാൻ ഓക്സിനെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കത് ഇതായടാ, ലൈക്ക് എന്താ പറയാ, എനിക്കത് ദേഷ്യം വന്ന്. എന്തിനാണ് നമ്മുടെ കാര്യം നോക്കി നിൽക്കണത്? മനസ്സിലായ? നമ്മളെ കാര്യം നോക്കി പോവല്ലേ. നമ്മളെന്തേലും ഒരു ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തിനേലും വന്നിട്ടുണ്ടാ? ഇടയ്ക്ക് ഒരു ഊക്കൊക്കെ കൊടുക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുള്ളതാണ്. അത് ഇവന്മാരായതുകൊണ്ടല്ല കൊടുത്തത്. അത് കൊടുത്തത് എന്തുകൊണ്ട്? RC7 എന്ന് പറഞ്ഞ ഗ്യാങ് അല്ല, RC7 അല്ല, ഈ പറഞ്ഞ MRC എന്ന് പറഞ്ഞ ഗ്യാങ് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്യാങ് ആയതുകൊണ്ട് ഒരു ഇടയ്ക്കൊക്കെ ഒരു ഊക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അതില് ഊക്കും. അത് ഇനി ഊക്കും, അത് വേറെ കാര്യം. എന്ന് പറഞ്ഞിട്ട് മറ്റെന്താ പറയാ, നമ്മള് എന്താ ചെയ്യണേന്ന് നോക്കിയിരിക്കണതിന് കാട്ടും നല്ലത് സ്വന്തമായിട്ട് എന്തേലും ചെയ്യാന്നുള്ളതാണ്. അത് എപ്പോൾ പഠിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി പ്രായത്തിന്റെ ആയിരിക്കാം. പിന്നെ ഈ ചെറിയ വായിന്ന് വലിയ വർത്തമാനങ്ങളാണ് വരുന്നത്. അതും ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെ ശരിയാക്കി കൊടുക്കണം. മനസ്സിലായോ? ഇനിയിപ്പോ എന്തായാലും അവൻ ശരിയാവുമെന്ന് വിചാരിക്കുന്നടാ. ഇതിന് കൂടുതലൊന്നും എനിക്ക് ഇനി പറയാൻ വയ്യ. ഇനി പറഞ്ഞ അവരതായി പോവും. പിന്നെ ഓക്സി ഇതില് കൈസ് ഇടപെടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിക്ക് ഇത് സംസാരിക്കാൻ താല്പര്യമില്ല. പാവം പയ്യൻ ഓൾറെഡി അതായത് എന്താ പറയാ ഒരുമാതിരി ഇതായി നിൽക്കുകയാണ്. അപ്പോൾ അവൻ ഇതിന് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവൻ ഇതിനെ കുറിച്ച് സംസാരിക്കാത്തത്. പക്ഷെ എന്നെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം പിന്നെ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടിരിക്കാനും പറ്റൂല. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്നൈപ്പിന്റെ ലൈവില് സംസാരിക്കണമായിരിക്കും. എൻഡ് ഓഫ് ഡിസ്കഷൻ കഴിഞ്ഞു. അവരാധം കഴിഞ്ഞു. പോകേണ്ടവർക്ക് പോവാ. എന്താ കളിക്കുന്നത്? ഇറങ്ങി പോടാ VC. ചാലി ഇങ്ങോട്ട് വരുന്നാളാ വീട്ടിലോട്ട്.
ഓ എന്തിനാടാ ലൈവ് കഴിഞ്ഞിട്ട് നോക്കാം. ഒരു ഗെയിമിന്റെ പേരിൽ വലിയവരല്ല, പൈസ സെറ്റപ്പായല്ലടാ. ഓഫർ ചെയ്ത് പ്ലേയേഴ്സിനെ പരിതരാൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് നോക്കി കമ്മ്യൂണിറ്റി എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഇവൻ. തൊട്ടടുത്താണ്. പൈസ എടുത്ത് തിന്നൂലോ. ആ എന്റെ വീടിന്റെ തൊട്ടടുത്താ ഇവ മരടാ. മരട്. എടാ അവര് ഗെയിമിന്റെ പേരിൽ പൈസ ഇറക്കി കളിക്കുക എന്താന്ന് വെച്ച് ചെയ്യട്ടാ, അതൊക്കെ അവരുടെ ഇഷ്ടം. ഇത്രേ ഉള്ളൂ ഞാൻ പറയണത്. അതില് നമ്മളെ ഡ്രാഗ് ചെയ്യല്ലേ ഞാൻ പറയണത്. ഏ അല്ല കക്കാശി ആ, കക്കാശി ഞാൻ മാക്കാച്ചി കേട്ടെ. ഉള്ളൂ. എന്റെ ഗെയിം എവിടെ പോയി? അതായത് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. പൈസ ഇറക്കണേ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, പക്ഷെ കൺവിൻസ് ചെയ്യുമ്പോ നമ്മളെ കമ്പയർ ചെയ്ത് കൺവിൻസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് പ്രശ്നവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എടാ നിങ്ങൾ കമ്പയർ ചെയ്യണത് ആരായിട്ടാ? നമ്മളായിട്ടാ? എടാ അതിനുള്ള ഒരു ഇച്ചിരി യോഗ്യത ഉണ്ടോടാ നിനക്കൊക്കെ? അതാണ് ഞാൻ ചോദിക്കണത്. ഇച്ചിരി ഒരു അംശ യോഗ്യത ഉണ്ടോടാ കമ്പയർ ചെയ്യാൻ? നിങ്ങളിപ്പോ എങ്ങനെ നിക്കണേന്ന് നിങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. ആ ഗ്യാങ്ങിൽ കേറാനെ തലച്ചോറ് സെൽഫ് റെസ്പെക്ട് മൂരി വെച്ചിട്ട് വേണം കേറാൻ, മനസ്സിലായാ? എന്നിട്ട് അവൻ കമ്പയർ ചെയ്യണടാ നമ്മളെ. ഭയങ്കര മോശമായി പോയിട്ടോ. ഇങ്ങനെ കമ്പയർ ചെയ്യാനേ പാടില്ല. വെരി ബാഡ് ബ്രോ, വെരി ബാഡ്. നിങ്ങൾ വ്യൂസിന്റെ പേരിലൊക്കെ കമ്പയർ ചെയ്യണത് അയ്യോ സോ ബാഡ് ബ്രോ. എടാ നിങ്ങളുടെ ഓഡിയൻസും നമ്മുടെ ഓഡിയൻസും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടോ? അതൊക്കെ വേണ്ട. ഫാൻ ഫൈറ്റിനൊന്നും ഞാൻ നിൽക്കുന്നില്ല, പക്ഷെ അത് മനസ്സിലാക്കണം. അത് എന്നേലും നിനക്കൊരു പ്രായം വരും, പക്വതയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിനക്ക് മനസ്സിലാവും. അല്ലാണ്ട് എന്താ പറയേണ്ടത്? എടാ സെർവർ ആരാ തുടങ്ങണ? വരക്കണ എങ്ങനെയാന്നൊക്കെ ഒന്ന് നോക്കണം. സിമ്പിളാടാ. ഇവനെ 100 ആക്കാം. നീ വലിയ ഡിസൈനർ ഒക്കെ അല്ലടാ. ശരിയാന്നല്ലേ? ആ എടാ ഞാൻ മറ്റേ ഈ ലൈവില് നിങ്ങൾ മറ്റേ ഈ സർക്കിള് വലുതും ചെറുതും ഒക്കെ ആക്കണം എങ്ങനെ? നെക്കി പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോ വരുന്നില്ല. സ്റ്റാച്ചി ടി വി ഇപ്പം നിൽക്കുന്നതിൽ എത്ര ഹാപ്പി ആണെന്ന് ആർ പി വ്യൂവേഴ്സ്ക്കാളും നല്ലപോലെ മനസ്സിലാക്കുന്നത് വാലോ വ്യൂവേഴ്സിനാണ്. മോസ്റ്റ് ചിൽ വാലോ സ്ട്രീംസ്. എടാ അങ്ങനെയല്ല, ഞാൻ മൊത്തത്തിൽ ഹാപ്പിയാണ്. സീരിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അതായത് ടി വിയിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അതായത് കുറേ വിഷമങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം പറഞ്ഞ് ഞാൻ സോർട്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. പണ്ടും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും പ്രശ്നമില്ല. പണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് ഈ പറഞ്ഞ കുറേ മൊണ്ണന്മാരൊക്കെ ഉണ്ടായിരുന്നു, ആ പ്രശ്നമായിരുന്നു. അത്രേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. മനസ്സിലായില്ലേ? അല്ലാണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. സെർവർ ഇടുവാന്നോ? എന്താ എന്താടാ ഐ ഡി പാസ്വേഡ് ചാറ്റിൽ ഇടണേ, ഞാൻ സ്ക്രീൻ ഓഫ് ആക്കാം. TV 1 2 3 തന്നെ ഇട്. ഇല്ല അത് കുഴപ്പമില്ല, ആരും വരൂല. വരുന്നില്ല. TV 1 2 3 ഇട്, ആരേലും ഇട്. ഇതിന്റെ ഇടാ അറിയുന്നവരുണ്ടേ. യൂസ് കൂട്ടാ കുറച്ച് പൈസ ഇറക്കി ഓഡിയൻസ് നടക്കട്ടെ. ഞാനാ എടാ എനിക്കിടാൻ അറിയത്തില്ല. ഇവിടെ ആരും ഇറക്കേണ്ട ആവശ്യമില്ല. എനിക്കുള്ള വ്യൂസ് വെച്ചിട്ട് ഞാൻ ഹാപ്പിയാണ് ഗൈസ്. അല്ലാണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ മറ്റേ 1K വ്യൂസ് അല്ലെങ്കിൽ 1.5K വ്യൂസ് അങ്ങനെ കിട്ടണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ലൈവിൽ എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് പേരെ എനിക്കറിയാം. ഞാൻ അവരുടെ ചാറ്റൊക്കെ വായിക്കാറുള്ളതാണ്, അപ്പം എനിക്ക് അവരുടെ പേരൊക്കെ അറിയാം. അവർ വന്നാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. മനസ്സിലായോ? അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ സന്തോഷമൊന്നുമില്ല. പിന്നെ ഞാൻ സ്ട്രീം ചെയ്യണത് ഒന്നാമത്തെ കാര്യം നമ്മൾ കളിക്കുന്ന POV നിങ്ങളെ കാണിക്കുന്നു, ഇത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് വേറൊരു ഇതിൽ ഞാൻ വേറൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? എല്ലാം ടെമ്പററി ആണ്, ഇപ്പോഴേ മനസ്സിൽ വേണം. എല്ലാം ടെമ്പററിയാണ്. ഈ പറഞ്ഞ ഈ 5M ഉണ്ടല്ലോ, ഇത് ഒരുപാട് നാളൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് കാണണം ഇവന്മാര് എന്നെ കുണയ്ക്കാൻ പോകണമെന്നുള്ളൂ. ഇല്ല, ഞാൻ ഒരു റൂമിൽ കയറി. എന്തോ സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ജൂടെ നീ റീൽ ഉണ്ടായിരുന്നാ? ഒരു കൊച്ചേർക്ക് എടുത്തിട്ട് കണ്ടത്തിൽ എറിയുന്നത്. ഒരു തർക്കത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ആ, അതെ, 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 അതെ. കമന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ സീൻ കാണുന്നില്ല, റീൽ മാറ്റി. എനിക്കറിയത്തില്ല. കൺഫേം ക്യാൻസലൊക്കെ പറ്റിയത്. എടാ
അറ്റ് ദി എൻഡ് ഈ പറഞ്ഞ പോലെ മനസമാധാനവും സന്തോഷവും തന്നെയാണ് വലുത്. മനസ്സിലായോ? നമ്മുടെ മെൻ്റൽ ഹെൽത്താണ് ആദ്യം നോക്കേണ്ടത്. മനസ്സിലായോ? അതെന്തായാലും ഞാൻ ഇപ്പോൾ എനിക്ക് അതായത് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സംഭവം പക്ക ഓക്കെയാണ്. എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ അപരാധം കുറവ് എൻ്റെ സൈഡിൽ നിന്നായിരിക്കും. ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും അപരാധിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ എണ്ണവും ഇപ്പോൾ അണഞ്ഞിരിക്കുക. മനസ്സിലായേ? ഇവന്മാരൊന്നും വായ പോലും തുറക്കാൻ നിൽക്കില്ല. അപ്പോൾ പിന്നെ എനിക്കിതിനെക്കുറിച്ച് അപരാധിക്കാനും ഒന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഓരോന്ന് എന്തെങ്കിലും കിട്ടുമ്പോഴാണ് ഞാൻ അപരാധിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറയണമെന്ന് തോന്നി. കാരണം നമ്മളെ നോക്കി നിൽക്കേണ്ട ആവശ്യവും ഇല്ല. ഞാൻ കുറച്ചായി വളരെ വളരെ ഡൗൺ ആയിരുന്നു മെൻ്റലി, ഫിസിക്കലി ആൻഡ് ഫിനാൻഷ്യലി. ലൈഫ് വാസ് ഷിറ്റ് ഇൻ എവറി പോസിബിൾ വേ. ഇതെല്ലാമാണ് ഈ ഒഴുകൽ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഹാപ്പൻ ടു സ്റ്റബിൾ അപ്പ് യുവർ ആർ വി ദെയർ യെറ്റ് ഗെയിം പ്ലേ. താങ്ക് യു ഫോർ ദ എൻ്റർടൈൻമെൻറ്റ് ബ്രോ. അത്രേ ഉള്ളൂ. അതായത് ഇവിടെ എൻ്റെ ലൈവ് എന്നല്ല, ഇവിടെ എല്ലാവരുടെയും ലൈവ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ഹാപ്പിയാണ്. നിങ്ങളൊക്കെ ഹാപ്പി ആക്കാനും നോക്കുന്നുണ്ട്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. DC ഇറ്റാച്ചിയുടെ അപരാധം കഴിഞ്ഞ് ഇനി അവൻ്റെ വരവാണ് DC സ്നൈപ്പിൻ്റെ. സ്നൈപ്പിൻ്റെ വീട്ടിൽ കുറച്ച് ആൾക്കാരായി പോയി, അല്ലെങ്കിൽ അവനിപ്പോൾ ലൈവ് ഇട്ടേനെ. മനസ്സിലായോ? 5M സ്റ്റോപ്പ് ആയാലും ഇവരുടെ ഗ്യാങ് ഫോം. എടാ 5M സ്റ്റോപ്പ് ആയി കഴിഞ്ഞാലും TV എന്നും അവിടെ തന്നെ നിൽക്കും. മനസ്സിലായോ? അത് അതായത് കുറച്ച് നാൾ, അത് 2-3 കൊല്ലം എക്സ്ട്രാ നിൽക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. എടാ നമ്മൾ ഉള്ളിടത്തോളം കാലം TV എന്തായാലും നിൽക്കും. മനസ്സിലായോ? വാസണ്ണ ഉള്ളിടത്തോളം കാലം എന്തായാലും TV ഉണ്ടാവും. വാസണ്ണൊക്കെ നമ്മൾ അതായത് ഇനി കിക്ക് ചെയ്യുന്നവരെ TV നമ്മൾ കാണുകയും ചെയ്യും. മനസ്സിലായേ? അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതാരെന്റെ പുറത്തേക്കാണ് ഇതെന്താ ചെയ്യണേ? എങ്ങനെയാ ലിസ്റ്റ് അത്